ടൈപ്പ് ഷൂട്ടിംഗ് ഇഷ്ടം? നമ്മുടെ ഈ ഇന്ത്യയാണോ അതോ പുറത്തൊക്കെ പോയി ഒരുപാട്? ഞാൻ 5 ഭാഷയും ചെയ്തിട്ടുണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡം, മലയാളം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചുള്ളതിൻ്റെ ഒരു സംഗതിയുണ്ട്. ഇപ്പം തമിഴ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഒരു എന്ന് വെച്ചാൽ കോസ്റ്റ് കൂടിയ പടങ്ങളാണ്. അവർക്ക് ആവശ്യം പോലെ പൈസ ചിലവാക്കാനായിട്ട് അവർക്കുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെക്കാട്ടിലും അവർക്ക് പൈസ ഒരുപാട് ചിലവാക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും കാരവൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അവിടെ ഉള്ള പടങ്ങളുണ്ട്. ചെറിയ പടങ്ങളും ഉണ്ട്, അങ്ങനത്തെ ഉണ്ട്. അപ്പം ലൈഫ് വ്യത്യാസമുണ്ട്. അവിടത്തെയും ഇവിടത്തെയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സാർ, ഇവിടെ ഒരുപാട് ഈഗോ ഉണ്ടോ ഈ ഫീൽഡ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ? സാറിന് എന്തൊരു അഭിപ്രായം? ആൾക്കാർ തമ്മിലൊക്കെ ഈഗോ ഉണ്ടോ? ഐശ്വര്യക്ക് ഈഗോ ഇല്ലേ? അങ്ങനെ ചോദിച്ചു അങ്ങ് അധികമൊന്നുമില്ല. ഇപ്പൊ ആങ്കർ ചെയ്യുന്നു, പുറത്ത് എവിടെയെങ്കിലും ചെല്ലുന്നു, കൂടെ നിൽക്കുന്ന കുട്ടികളെയാണ് ആളുകൾ വന്ന് സംസാരിക്കുക പോവുക ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിൽ തോന്നൂല്ലേ, എന്നെ എന്താ മനസ്സിലായില്ലെന്ന് തോന്നൂല്ലേ? ഈഗോ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കുറേശ്ശെ ഈഗോ ഉള്ളവർ തന്നെയാണ്. ഈഗോ ഇല്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പഴയ സന്യാസിമാരാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഈഗോ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം അവർക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനെന്നുള്ള തോന്നൽ എപ്പോഴും നമുക്ക് വേണം. കാര്യം നമ്മൾ എന്തൊക്കെയോ ആണ്, നമ്മളെല്ലാമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തൊക്കെയോ ആണ് ജീവിതത്തിൽ, അങ്ങനെ വിചാരിക്കാവൂ. ഡെഫിനറ്റ്ലി. ഇപ്പം ഇത്രയും നേരം വ്യൂവേഴ്സിന് കണ്ടെത്തോളം മനസ്സിലായിണ്ടാവും, സാർ ഒരു വില്ലനായി അഭിനയിച്ചാലും സാർ ശരിക്കും ഒരു ഹീറോ ആണ്. എനിക്ക് സാറിന്റെ കൂടെ ഇരുന്ന് ഇത്ര നേരം സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒരുപാട് ഇൻഫർമേഷനുള്ള വലിയൊരു മനുഷ്യനാണ് സാറിന് എനിക്ക് ഏതായാലും മനസ്സിലായി. സാർ ഇപ്പോൾ 31 years ആയി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ. ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ഏത് ഡയറക്ടറെ കൂടെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? എനിക്ക് ഒരു ഡയറക്ടേഴ്സും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എല്ലാ ഡയറക്ടേഴ്സും കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ കുറേയെങ്കിലും വഴക്ക് പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ഡയറക്ടറാണ്, ശ്രീ PG വിശ്വംഭരൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എൻ്റെ ഗുരു സിനിമയിലേക്ക്. അദ്ദേഹമാണ് കുറേ വഴക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതും കാലക്രമേണ അത് മാറിപ്പോയി. പിന്നെ അത് വിശ്വംഭരൻ സാർ എന്നുള്ള വിളിയൊക്കെ മാറി വിശ്വംഭരൻ ചേട്ടാ എന്നൊക്കെ ആയി. അതങ്ങനെ അങ്ങനെ അങ്ങനെ ആയി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്നാലും സാർ ഒരു ഫേവറേറ്റ്, ഒരു മേറ്റ് എന്നുള്ള പോലെ പറയും. ഞാൻ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടത് മരിച്ചുപോയി നമ്മുടെ JC സാറായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 പടം ചെയ്തിട്ടുണ്ട്. അതായത് പഴയ തലമുറയിൽപ്പെട്ട ഡയറക്ടറാണ്. പിന്നെ ജോഷിയുടെ പടം ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ, ഡയറക്ടർ ജോഷി. കാര്യം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ വേണമെങ്കിൽ ഏറ്റവും നല്ല ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആൾ, ഫിലിം മേക്കർ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ളത് ഡയറക്ടർ ജോഷിയാണ്. പിന്നെ ഞാൻ കാണുന്ന ഇപ്പം രഞ്ജിത്ത്, ഓഫ് കോഴ്സ് രഞ്ജിത്തൊക്കെ ഉണ്ട്, എന്നാലും പ്രിയൻ, അവരുടെയൊക്കെ വ്യത്യാസമുണ്ട്. സാർ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഫിലിംസിൽ സാറിന് കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതാ? ഞാൻ ഒരുപാട് പടങ്ങൾ അങ്ങനെ റീസെന്റ് കണ്ടിട്ടില്ല. എനിക്ക് ഓർഡിനറി കണ്ടു കുഴപ്പമില്ല എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടത് കമ്മത്താണ്. ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഞാൻ അഭിനയിച്ചോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സർ, വേറെ ഇപ്പോ ന്യൂ ജനറേഷൻ ഫിലിംസ് എന്നൊക്കെ നമ്മൾ ലേബൽ ചെയ്യുന്നു. ന്യൂ ജനറേഷൻ ഫിലിംസ് എന്നൊരു ഫിലിം ഇല്ല. പുതിയൊരു തലമുറ വന്ന് ചെയ്യുന്നത് കൊണ്ട് അതിന് ന്യൂ ജനറേഷനിൽ പെട്ട ഒരു വ്യക്തി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. ന്യൂ ജനറേഷൻ ഒരു സിനിമ ഇല്ല. എല്ലാ ജനറേഷനിലും സിനിമയാണ്. ഇപ്പൊ പണ്ട് ബാലൻ വന്ന കാലവും പണ്ട് ഡാനിയൽ സാർ അദ്ദേഹത്തിന്റെ കാലം മുതലുള്ളതും നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ സിനിമ അതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സിനിമയ്ക്ക്. കാര്യം കഥയ്ക്ക് ഇപ്പം നമ്മുടെ തന്നെ വേഷത്തിനും എല്ലാത്തിനും ആണുങ്ങൾക്ക് അങ്ങനെ വരാറില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ വേഷത്തിനും ഒരു വ്യത്യാസം വരാറുള്ളൂ. പണ്ട് ഞാൻ കണ്ടിട്ടുള്ള പാവാടയും ബ്ലൗസാണ് നിങ്ങളുടെ പ്രായമുള്ള പിള്ളേർക്ക്. അത് യൂറോപ്പാണ്, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ആ കാലത്തിന്റെ മാറ്റം മാത്രമേ സിനിമയിലുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള കഥയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്നേഹവും ദേഷ്യവും 2 സംഗതിയെ ലോകത്തുള്ളൂ. അത് ഓരോ ഡയറക്ടേഴ്സ് അവരുടെ കഴിവിനനുസരിച്ചിട്ട് അത് വ്യത്യാസം വരുത്തി കൊടുക്കുകയാണത്. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് അടുത്ത വീട്ടിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കുന്ന ആള് വ്യത്യാസം, ഇപ്പൊ ടേസ്റ്റ് വ്യത്യാസം വരും, ഫ്ലേവറും എല്ലാം വ്യത്യാസം വരും. അതുപോലെ തന്നെ ഉള്ളൂ, ഒരേ സംഗതി തന്നെയാണ്. അതിനെ തിരിച്ചും മറിച്ച് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. സാറ് ഇപ്പൊ ഞാൻ സാർ വളരെ ഡിപ്ലോമാറ്റിക്, ഞാൻ പോയിന്റ് ആയിട്ട് ചോദിക്കാനാണ് നന്നാവും. സാർ ഇപ്പോ ചാപ്പ കുരിശ്, പിന്നെ അതുപോലെ ആമീൻ, അതൊക്കെ കാണുമ്പോൾ ഒരു ഡിഫറെന്റ് വിഷ്വൽ ട്രീറ്റ് ആണ്. സാർ അതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഇപ്പോഴത്തെ ക്യാമറ ടെക്നിക്, ഡയറക്ഷന്റെ ഇപ്പോഴത്തെ ക്യാമറ ടെക്നിക്സ് എന്നല്ല, ക്യാമറ ടെക്നിക്സ് പണ്ടില്ലേ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ കുറച്ചുകൂടി രാമചന്ദ്ര ബാബു ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ. അത് അന്നത്തെ കാലത്ത് ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്ത കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള പടങ്ങൾ കാണണം.
വേണു, ഇവരൊക്കെ ചെയ്തിട്ടുള്ള പടങ്ങൾ ഭയങ്കര അതെ സർ. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ അഡ്വാൻസ്ഡ്, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും. അത് പിന്നെ പഠിക്കുന്ന പുതിയ ജനറേഷനില്ലേ, അവർ ഒരുപാട് വായിക്കാൻ ഇപ്പൊ വിളിക്കുന്ന ബുക്സ് വായിക്കുക. അന്നൊന്നും പണ്ട് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരുള്ള ഇത് വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു സാധനം ഇറങ്ങി അതിന്റെ ബുക്ക് ഇവിടെ വരികയാണ് ഉടനെ, അത് പഠിക്കാൻ സാധിക്കുന്നു. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ പഴയ പോലെ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കടുംപിടി പിടിക്കുന്നില്ല. ഈ എമൗണ്ടിൽ തന്നെ തീർത്തോളണം എന്നൊരു സംഭവമില്ല. പണ്ട് ചാർട്ട് ഔട്ട് ചെയ്തിട്ട് ഇത്ര എമൗണ്ട്, ഇന്ന ദിവസം ഇത്ര സീൻസ്, ഇത് പോയിരിക്കണം, ഇങ്ങനത്തെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡിഫറൻസ് ആണ്. അവർക്കും സമയവും കാശും കൊടുത്താൽ അവരും വർക്ക് ചെയ്തിരുന്നു ഇതുപോലെ തന്നെ, ചിലപ്പോൾ ഇതിലും മേലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് പഴയ ജനറേഷനും പുതിയ ജനറേഷനും ഒരു വ്യത്യാസമില്ല. അതിൻ്റെ ഓരോരുത്തരുടെ പ്രായത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് അമ്മ 2 സ്റ്റേജ് ഷോസ് ചെയ്തു. ഒരെണ്ണം കാലിക്കറ്റിലായിരുന്നു, പിന്നെ ഒരെണ്ണം മഴവിൽ മനോരമയുടെ കൂടെ. സാറിന് അങ്ങനത്തെയുള്ള സ്റ്റേജ് ഷോസിനെയൊക്കെ കുറിച്ച് എന്താ അഭിപ്രായം? സ്റ്റേജ് ഷോ ഞാൻ കാലിക്കറ്റിൽ ഉണ്ടായിരുന്ന, അത് സൂര്യ ചെയ്തതാണ്. സൂര്യ തേജസ്സോടെ അത് ഞാൻ ചെയ്തിരുന്നതാണ്. ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അസോസിയേഷൻ അവരന്ന് ഒരു ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാണ് അത്. അല്ല, നമുക്ക് സ്റ്റേജ് ഷോ ചെയ്ത് ഞങ്ങൾ കാശുണ്ടാക്കിയതല്ല അത്. അല്ല സർ, ഞാൻ ഉദ്ദേശിച്ച എന്റർടൈൻമെന്റ്, നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസും ആ ഒരു ഗ്രൂപ്പ് എഫേർട്ടും, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കോളേജ് ലൈഫിലോ സ്കൂൾ ലൈഫിലോ ഒന്നും നിങ്ങൾക്ക് അത് കിട്ടില്ല. എന്ന് വെച്ചാൽ ഓരോ സ്കിറ്റിനുള്ളവർക്ക് അത് റെക്കോർഡ് ചെയ്ത് CD ആയിട്ട് ഇങ്ങനെ നടക്കുക. എവിടെയെങ്കിലും ചെല്ലും, ഏത് ഹാളാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഉടനെ അവിടുത്തെ VCR മറ്റേ ഇതിലെ VCD അതിൻ്റെ അകത്ത് ഇടുക. എല്ലാവരും കൂടെ ഒരു റിഹേഴ്സൽ പെട്ടെന്ന് നോക്കുക. 5-6 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഒരു സ്കിറ്റ്. 5 മിനിറ്റ് നോക്കുക, അത് കഴിഞ്ഞില്ലേ, ഓക്കെ അല്ലേ, അത് ഊരിയിട്ട് നമ്മൾ പിന്നെ നടന്നു പോവുക. അപ്പം അടുത്തടുത്ത് നിന്ന് പിന്നെ നോക്കുക. അപ്പം ഇങ്ങനെ ഒരു എല്ലാ ദിവസവും റൺ ത്രൂ ഉണ്ടാവും. ഉച്ചയ്ക്ക് ഒരു 2 to 6:30 റൺ ത്രൂ ഉണ്ടാവും. ഒരു ഭയങ്കര സുഖമാണ് അത്. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, എല്ലാ ആക്ടേഴ്സും എൻജോയ് ചെയ്യാറുണ്ട്. നമുക്കൊരു 10-15 വയസ്സ് പ്രായം കുറയും, അടിച്ചു പൊളിച്ചിരിക്കുമല്ലേ. സാർ, ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാറിന് നമ്മുടെ TCV വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? TCV പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയും എനിക്ക് സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ കിട്ടാനും എല്ലാം വേണ്ടി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. എന്നെ ഇത്രയും നേരം സഹിച്ചതിന് നന്ദി. അമൃതത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സന്തോഷ് സാറാണ്. അപ്പോൾ TCVയുടെ സൈഡിൽ വ്യൂവേഴ്സിന്റെ സൈഡിൽ ഞങ്ങളുടെ ക്രൂയുടെ സൈഡിൽ പിന്നെ എൻ്റെ സൈഡിൽ സാറിന് ഹ്യൂജ് താങ്ക്സ്. താങ്ക് യു സർ. So thank you very much.